തുടക്കത്തിൽ തന്നെ നമ്മൾ ഡ്രാഗനും സ്ലൈമിനെയാണ് കാണിക്കുന്നത്. സ്ലൈം പറയുന്നതാണ് നമ്മൾ എന്തായാലും കൂട്ടുകാരായി, അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരനായ ഡ്രാഗൻ ഇങ്ങനെ 300 വർഷം ഇങ്ങനെ ജയിലിൽ പെട്ട് കിടക്കുന്ന ഇഷ്ടമല്ലാന്ന്. അപ്പൊ ഡ്രാഗൻ ഒരു പപ്പി ഫേസ് അഥവാ നല്ല ക്യൂട്ട് ഫേസ് വെച്ചിരിക്കുമ്പോ നീ ഇങ്ങനത്തെ ഫേസ് ഒന്നും ആക്കല്ലേ, നീ ഒരു ഡ്രാഗൻ അല്ലേ, നീ എന്തോ പോലെ ഉണ്ട് ഇന്നെ കാണാൻ. പിന്നീട് സ്ലൈം ചോദിക്കുന്നതാണ് നീ ഇങ്ങനെ അടച്ചുകൂട്ടിയിരിക്കുമ്പോ നിനക്കെന്താ പറ്റുമോ ഇനി മുന്നോട്ടേക്ക്. നമ്മുടെ ഡ്രാഗൻ പറയുന്ന കൂടുതലൊന്നും പറ്റൂല, ഒരു 100 വർഷം കൂടി ഞാൻ ജീവിക്കൂ, അത് കഴിഞ്ഞ് ഞാൻ മരിച്ചു പോകുന്നു. കാരണം ഇവിടെയുള്ള കേവ് ആണ് എന്റെ മാജിക്കൽ പവറിൽ അബ്സോർവ് ചെയ്യുന്നത്. സ്ലൈം പറയുന്നതാണ് അത് ശരി, വെറുതെ അല്ല ഇത്രയും റെയർ ഹെർബല്ലൊന്ന്. അപ്പൊ ഡ്രാഗൺ പറയുന്ന അത് എന്റെ മാജിക്കൽ പവേഴ്സ് എല്ലാം തീർന്നു കഴിഞ്ഞാൽ ജസ്റ്റ് മരിച്ചു പോകുന്നു. സ്ലൈം വല്ലാത്ത ഫേസും വെക്കുന്നുണ്ട്, പിന്നെ അവിടെ സൈലൻസാ. അപ്പൊ സ്ലൈം പറയുന്നതാണ് ജസ്റ്റ് മരിക്കും, അത്രേ ഉള്ളൂ അല്ലേ. നമ്മുടെ സ്ലൈം പറയുന്നതാണ് എന്റെ അടുക്ക് ഒരു വഴിയുണ്ട്, നീ ഇങ്ങനെ ജയിലിൽ പെട്ട് കിടക്കേണ്ട ആവശ്യമില്ല, നിന്നെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നു. പിന്നീട് ഡ്രാഗൺ വളരെ ആഗ്രഹത്തോടുള്ള കണ്ണുകൾ കൊണ്ട് നോക്കുന്നതാണ്. സ്ലൈം പറയുന്നതാണ് നിനക്ക് എന്റെ വയറ്റിൽ പോണെന്ന്. പിന്നീട് ഡ്രാഗന്റെയും സ്ലൈമിന്റെ ഇടയിൽ വല്ലാത്ത സൈലൻസ് ആണ്, കാരണം കൈയും കാലും ഇല്ലാണ്ട് അവൻ തിന്നാന്നാ പറയുന്നത്. നമ്മുടെ സ്ലൈം പറയുന്നതാണ് എന്റെ അടുക്കുള്ള പ്രെഡിക്റ്റർ എന്ന് പറഞ്ഞ എബിലിറ്റി കാരണം ഞാൻ നിന്റെ ജയിലിലോട് കൂടി ഇന്ന വിഴുങ്ങിക്കോളൂ, അങ്ങനെയാവുമ്പോ നിനക്കൊരു കുഴപ്പമുണ്ടാവില്ല. മെല്ലനെ എന്റെ മാജിക്കൽ പവേഴ്സ് കാരണം ജയിലിന്റെ പവർ വളരെയധികം ലോ ആവും, എന്ന് നിന്നെ ഞാൻ ജയിൽ ഓടിച്ചിട്ട് പുറത്തേക്ക് ആക്കോളുന്നു. പിന്നീട് നമ്മൾ സ്ലൈം പറയുന്നത് എങ്ങനെയുണ്ട് എന്റെ പ്ലാനിന്. ഡ്രാഗൺ പറയുന്ന തിരിച്ചോട്ട് കിടിക്കാച്ചി പ്ലാൻ, ഇങ്ങനത്തെ പ്ലാനെല്ലാം ഇട്ടിട്ട് ഇപ്പോ രക്ഷപ്പെടാൻ നോക്കുന്നതല്ലേ നല്ലേ, ഈടെ 300 വർഷം ജീവിച്ചിട്ട് മരിക്കുന്നേക്കാളെന്ന്. വെണ്ടോർ പറയുന്നതാണ് നമുക്ക് ഒരു പേരിട്ടാലോ പരസ്പരം. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന പേരിടുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് പരസ്പരം ബീസ്റ്റുകൾക്ക് പേരിട്ടാൽ അവർ ഇവോൾവ് ആവുന്നു. ഇത് മാത്രമല്ല നീ ഒരു നോർമൽ സ്ലൈമാ, നിനക്ക് ഞാനൊരു പേരിട്ടാൽ നീ എന്തായാലും ബെസ്റ്റ് ഇവോൾവ് ആവും. നീ ഗ്രേറ്റസ്റ്റ് 4 ഡ്രാഗൺസിലുള്ള വെൻഡോറയാ നിനക്ക് പേരിടുന്നതെന്ന്. എന്റെ അടുക്ക് പേരുണ്ട്, പക്ഷെ ഫാമിലി നെയിം ഇല്ല, അത് നീ ഒന്ന് ഇട്ട് തരുമെന്ന് സ്ലൈമിനോട്. അപ്പൊ സ്ലൈമർ എന്ന ഫാമിലി നെയിം നീ ഒരു ടണ്ടർ ഡ്രാഗൺ റോമസ് സ്റ്റോം അല്ല സ്റ്റംബസ്. ഓക്കെ, നല്ല പേര്, എനിക്കിഷ്ടായി, വെൻഡോറ ട്രോംബസ്. പിന്നീട് നമ്മുടെ ഡ്രാഗൺ ആണ്. ഡ്രാഗൺ പറയുന്ന ഞാൻ നിനക്ക് ഇനി പേരുണ്ട്, ഇനി എന്റെ ഇടാണ്, ഞാൻ നിനക്ക് പേരിടുന്ന റൂമറോ. കാണുന്നില്ലേ നമ്മുടെ സ്ലൈം പിന്നെ വല്ലാണ്ട് ഇവോൾവ് ആകുന്നുണ്ട്. പിന്നെ ഇവോൾവ് ആയതിനു ശേഷം നമ്മുടെ സ്ലൈം പറയുന്നതാണ് ഞാനാണ് റിമറു ടെമ്പസ്റ്റ്. പിന്നീട് നമ്മുടെ റിമറു പ്രെഡിറ്ററിന്റെ എബിലിറ്റി ഉപയോഗിച്ചിട്ട് വലുതാന്നാണ് കാണിക്കുന്നത്, വിഴുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രാഗൺ പോലും അത്ഭുതപ്പെട്ടു. എന്റെ ഡ്രാഗൺ പറയുന്നതാണ് ഇത്രയും വലിയ മാജിക്കൽ പവേഴ്സോ ഒരു സ്ലൈമിലോന്ന്. എന്റെ ഡ്രാഗനെ മൊത്തമായിട്ട് സ്ലൈം വിഴുങ്ങുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ അതിന്റെ ഇടയിൽ കാര്യം പറയാം, എപ്പിസോഡുകൾ ലേറ്റായി വരുന്നതിന്റെ കാരണം വെച്ചാൽ കുറച്ച് വ്യൂ കയറിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടാ. 1-2 വ്യൂ കയറിയിട്ട് വെറുതെ അപ്ലോഡ് ചെയ്യുന്ന കാര്യം നല്ലല്ലോ, കുറച്ചും കയറിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന അതുകൊണ്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നീട് ഒരാൾ പറയുന്നതാണ് വെൻഡോറ ജയിലടക്കം കാണാണ്ടായിന്ന്. ഇപ്പൊ മറ്റേ ആള് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ജയിലില് വെൻഡോറ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ആനിമൽസും അഥവാ എല്ലാ ഡീമൺസും വളരെയധികം വയലന്റ് ആയിട്ടുണ്ടെന്ന്, നമുക്ക് അവരെ പിടിച്ചാക്കണോ അല്ലെങ്കിൽ വെൻഡോറനെ കണ്ടുപിടിക്കണോന്ന്. അത് കേട്ട് തുടക്കത്തിലുള്ള ആള് പറയുന്ന അതൊന്നും ആവശ്യമില്ല, കാരണം വെച്ചാല് അടുത്തുള്ള രാജ്യത്തിന് ഇത് കാരണം കുറെ അധികം ബുദ്ധിമുട്ട് വരുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് അവരെ കീഴടക്കാൻ പറ്റുന്നു, അതുകൊണ്ട് തന്നെ അവര് കാരണം നമുക്ക് നല്ല തന്നെയാണ്. പിന്നീട് നമ്മുടെ സ്ലൈം അഥവാ റിമറു ടെമ്പസ്റ്റ് മനസ്സിലായ, പക്ഷെ നമ്മളെ സ്ലൈമിനെ നമ്മൾ റിമറു എന്ന് വിളിക്കും. നമ്മുടെ റിമറു പറയുന്ന ഞാൻ വെൻഡോറനെ കഴിച്ചിട്ട് 3 ദിവസമായി, പിന്നെ ഇവിടെയുള്ള ക്രിസ്റ്റൽസും എല്ലാം ഞാൻ അബ്സോർവ് ചെയ്ത്, പിന്നെ എനിക്ക് കുറെ സ്കില്ലെല്ലാം കിട്ടി, വാട്ടർ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ വാട്ടർ ബ്ലേഡ് കിട്ടി. അങ്ങനെല്ലാം പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവന്റെ മുമ്പിലേക്ക് ഒരു പാമ്പ് വരുന്നതാണ്. ആ പാമ്പിനെ കണ്ടിട്ട് ആകെ പേടിച്ചിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ അവനെ ബ്ലേഡ് അഥവാ വാട്ടർ ബ്ലേഡ് ഉപയോഗിച്ച് 2 കഷ്ണാക്കുന്നതാണ്. പിന്നെ ആ വാട്ടർ ബ്ലേഡ് ഉപയോഗിച്ച് കഷ്ണാക്കിയ ശേഷം അബ്സോർവ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം ആ പാമ്പിന്റെ എല്ലാ സ്കില്ലും നമ്മുടെ റിമറുവിന് കിട്ടീന്. റിമറു മുന്നോട്ട് കിടക്കാൻ വേറൊരു ഓന്ത് ടൈപ്പ് സാധനം, അതിനെന്ത് ചെയ്ത് പാമ്പില്ല ആദ്യത്തെ പാമ്പ്, ആ പാമ്പിന്റെ എബിലിറ്റി അഥവാ മിമിക് എന്ന് പറഞ്ഞൊരു എബിലിറ്റി ഉണ്ട്, ആ എബിലിറ്റി വെച്ചിട്ട് പാമ്പിന്റെ രൂപം എടുത്തിട്ട് അതിനെ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ കൊല്ലുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആ പാമ്പിന്റെ എബിലിറ്റി വെച്ചാൽ പോയിസൺ, അതുകൊണ്ട് തന്നെ അത് വല്ലാണ്ട് ഈ ആസിഡ് പോലെ തന്നെ അലിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ റിമറു പറയുന്ന എന്തോ പോലെ അതെല്ലാം അബ്സോർവ് ചെയ്യാൻ, അതുകൊണ്ട് എനിത്തോടെ അങ്ങനെ ചെയ്യൂലെന്ന്. പിന്നീട് കുറെ മോൺസ്റ്റർ, ഇതെന്താ സാരം മോൺസ്റ്ററാന്ന് നമുക്കറിയില്ല, അതിനെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കും, പിന്നെ അബ്സോർവ് ചെയ്യും. പിന്നെ വേറെ മറ്റേ നമ്മുടെ സ്പൈഡറിനെ പോലത്തെ കിട്ടും, അതിനെയും കട്ട് ചെയ്യും. റിമറുവിന്റെ സ്കില്ല് കാരണം ആ സ്പൈഡറിന്റെ എബിലിറ്റി മൊത്തം കിട്ടുന്നതാണ്.
എന്നിട്ട് ഓൻ പറയുന്നതാണ് ഞാൻ ഇവിടെയുള്ള അധികം മറ്റേ ഇത് ഡീമൺസിനെ ഞാൻ അബ്സോർവ് ചെയ്ത് എന്നിട്ട് സ്പൈഡർമാനെ പോലെ തന്നെ സ്പൈഡറിന്റെ വലയിലിട്ടിട്ട് നമ്മുടെ റിമറു ഒരു വല പോലെ ആക്കുന്നുണ്ട്. അതിലൊരു വവ്വാല് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫണ്ണീസിന വവ്വാല് വല്ലാണ്ട് കരയുന്നുണ്ട്. പക്ഷെ അതിനെയും നമ്മുടെ റിമറു ബാക്കി വെക്കൂല. കഴിച്ച് കഴിഞ്ഞിട്ട് റിമറു കഴിച്ച് ഇടിച്ചുകൊണ്ട് വെള്ളത്തിൽ കൂടി പോകുന്നതാണ്. നമ്മുടെ റിമറുവിന് ഇപ്പൊ സംസാരിക്കാൻ പറ്റും. ഈ വവ്വാന്റെ എബിലിറ്റി അഥവാ സോണിക് വേവ് കാരണം സംസാരിക്കാൻ പറ്റും. പിന്നീട് റിമറു എപ്പോഴും ചെയ്യുന്ന പോലെ അബ്സോർവ് ചെയ്യും വെട്ടും അങ്ങനെ ആക്കിയിട്ട് ആ വാതിലിന്റെ അടി എത്തുന്നതാണ്. പിന്നെ വാതിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ തുറക്കുന്നതാണ്. റിമറുവിന് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. അപ്പൊ നോക്കിയപ്പോൾ പെട്ടെന്ന് തുറക്കുന്നതായിട്ട് അവന്റെ കണ്ണെല്ലാം പുറത്തു വരുന്നുണ്ട്. പിന്നെ നോക്കിയാൽ 3 പിള്ളേർ, 3 പിള്ളേരല്ല 3 ഹണ്ടർ അങ്ങനെ പറയാം. നമ്മുടെ റിമറു മനസ്സിൽ വിചാരിക്കുന്നതാണ് എനിക്ക് ഇവര് പറയുന്ന മനസ്സിലാകുന്ന എങ്ങനെയാ, അഥവാ ലാംഗ്വേജ് മനസ്സിലാകുന്ന എങ്ങനെയാ. നമ്മുടെ ഗ്രേറ്റ് സ്റ്റേജ് ഇല്ല അത് പറയുന്നതാണ് നിനക്ക് മാജിക് സെൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ നിനക്ക് അവര് പറയുന്ന ഈ സോണിക് വേവ് നേരെ അവരെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ആകുന്ന നിനക്ക് അവരോടും അങ്ങനെ സംസാരിക്കാന്ന്. പിന്നെ ഇവരോട് സംസാരിക്കാൻ വെക്കുമ്പോഴേക്കും ഇവര് പെട്ടെന്ന് തന്നെ കാണാണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവൻ പറയുന്ന ഇവരെവിടെയാ പോയെന്ന്. സാറല്ല, നമ്മുടെ റിമറുവിന് പുറത്തു വന്നതാണ് ഇത്. റിമറു പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. റിമറു പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ സ്ഥലമെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുന്നതാണ്. എനിക്ക് പറയുന്നത് അവസാനമായിട്ട് ഞാൻ പുറത്തിറങ്ങി, വാവ് വാട്ട് എ കൂൾ. ഒരു സന്തോഷത്തോടെ മനസ്സിൽ വിചാരിക്കുന്ന വെണ്ടോറെ പുറത്തെത്തിയിട്ട് വേണം നമുക്ക് കുറെ കാര്യം സംസാരിക്കാനെല്ലാം ഉണ്ട് എന്ന്. അന്നേരമാണ് അവന്റെ മുമ്പിലേക്ക് ഒരു ഗോബ്ലിന്റെ ഗ്രൂപ്പ് തന്നെ വരുന്നത്. അവരെ ശരീരവും പിന്നെ അവരെ ആയുധങ്ങളെല്ലാം കണ്ട മനസ്സിലും പൊട്ടി താറുമാറായ ടൈപ്പ് പേടിച്ചിട്ടുള്ള അവര് ഗോബ്ലിൻസ് അഥവാ ഗോബ്ലിൻസ് പറയുന്നതാണ്, സാർ നമ്മൾക്ക് ഒരു സഹായം വേണം, സാർ ചെയ്യുമോ. അന്നേരം നമ്മുടെ റിമറു ഭയങ്കര ഒച്ചത്തിൽ സോണിക് വേവില് പറയുന്നതാണ്. ഭയങ്കരമായിട്ട് ആവണേ. ഇപ്പൊ ഇവന് കൺട്രോൾ ചെയ്യാനായിട്ടില്ല. അവരെല്ലാം നിലത്തേക്ക് അടിച്ച് വീഴുന്നതാണ്. റിമറുവിനെ കണ്ടിട്ട് എല്ലാവരും മുട്ടുകുത്തിരണം, സാർ ഇത്രയും പവർ ഉപയോഗിക്കൽ നമുക്കിത് കൺട്രോൾ ആവൂല, പ്ലീസ് നമുക്കൊരു സഹായം ചെയ്യാം, നമ്മളെ ഗ്രാമത്തിലേക്ക് വരുമെന്ന്. റിമറു നോക്കിയെന്ന്. അങ്ങനെ അവര് റിമറുവിനെയും കൂട്ടിയിട്ട് ഗ്രാമത്തിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഗ്രാമത്തിലെത്തിയിട്ട് ഗ്രാമത്തലവൻ എന്ന് പറയും. അവരെ കണ്ടി സംസാരിക്കുന്നതാണ് വയസ്സായ ആള്, അഥവാ കിങ്, മറ്റേ ഗോബ്ലിൻസിന്റെ പിന്നെ സൈഡിലുള്ള മോനാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ രാജാവിനെ പോലെയാണ് നമ്മുടെ സ്ലൈമിനെ ഇതാക്കുന്നത്. സ്ലൈമിനോട് അവര് പറയുന്നതാണ്, പ്ലീസ് നമ്മുടെ ഒന്ന് സഹായിക്കണം, നമ്മുടെ ഗോഡ് കാണാണ്ടായാലും തൊട്ടിട്ട് ഭയങ്കരമായിട്ട് മോൺസ്റ്റർ ആക്രമിക്കുന്നുണ്ട്. അപ്പൊ റിമറു മനസ്സിലാക്കുന്ന ഗോഡ്, ഇവരെ ഗോഡ് എന്ന് വെച്ചാൽ മിക്കവാറും വെണ്ടോറെ ആയിരിക്കുന്നു. എന്നെ റിമറുവിനോട് പറയുന്ന പ്ലീസ് സഹായിക്കണമെന്ന്. റിമറു പറയുന്ന ഞാനൊരു നോർമൽ സ്ലൈം അല്ലേ, ഞാൻ എന്ത് ചെയ്യാന്ന്. അപ്പോൾ അവർ രണ്ടുപേരും പറയുന്ന, സാർ എനിക്ക് നിങ്ങളെ ഓറ കണ്ടാൽ മനസ്സിലാവും നമുക്ക് അത്രയും വലിയ ഓറയാണ്. പിന്നീട് റിമറു ഗ്രേറ്റ് സേജിനോട് പറയുന്ന എനിക്ക് എന്റെ ഓറ ഒന്ന് കാണിച്ചു തന്നാന്ന്. അപ്പൊ മാജിക്കൽ സെൻസ് ഉപയോഗിച്ചിട്ട് റിമറുവിന്റെ ഓറ റിമറുവിന് കാണിച്ചു കൊടുക്കുന്ന. റിമറു ഈ ഓറ ഇങ്ങനെ കണ്ടിട്ട് എമ്മാരി ഓറയ ചെക്കന്റെ ചുറ്റും നിന്ന്. അപ്പൊ ഈ റിമറു അതാ നമ്മുടെ സ്ലൈം വിചാരിക്കുന്ന വെറുതെ അല്ല ഇവര് എന്നെ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ചേ, അവര് എന്നെ ആദ്യം കണ്ടപ്പോ ഇങ്ങനെ പേടിച്ചതിന്റെ കാരണം ഇത്രയും ഡേഞ്ചറസ് ആയ ഓറ കണ്ടിട്ടാണ്. പിന്നെ റിമറു പറയുന്നതാണ്, എന്നിട്ട് ആ പൊട്ടന്മാരായ 3 പേർക്ക് എന്താ എന്നെ കണ്ടിട്ട് മനസ്സിലാണ്ടുന്നത്, എന്റെ ഓറ ഇത്രയും സ്ട്രോങ് അല്ലേ, എന്നിട്ട് എന്താ അവർക്കൊന്നും മനസ്സിലാണ്ടുന്നത്. പിന്നീട് നമ്മുടെ ഗോബ്ലിൻസ് പറയുന്നത് ഇവിടെ വൂൾഫ് ഉണ്ട്. വൂൾഫ് എനിക്ക് എപ്പോഴും അവരെ സേന വന്നിട്ട് നമ്മുടെ സേനനെ എപ്പോഴും അറ്റാക്ക് ചെയ്തിട്ട് വളരെയധികം ഈ ആക്രമിച്ച് പണിയാക്കൂ. അപ്പോൾ നമ്മുടെ റിമറു പറയുന്നതാണ്, ഞാൻ എന്തായാലും ചെയ്യണ്ട, എനിക്ക് എന്ത് കിട്ടുന്നു. നമ്മുടെ റിമറു മനസ്സിലാക്കുന്ന എന്തെങ്കിലും കിട്ടാണ്ടെങ്കിലും ചെയ്യുമെന്ന്. അവിടുത്തെ കിങ് ആയിട്ടുള്ള ഗോബ്ലിൻ പറയുന്നതാണ്, ഞങ്ങൾ നിങ്ങളോട് എപ്പോഴും മറ്റേ ലോയലായിരിക്കുന്നു. എന്നിട്ട് ബോ ഡൗൺ ചെയ്തിട്ട് അവിടെ കുഞ്ഞു എന്ന് പറയുന്നതാണ്. അപ്പൊ റിമറു പാസ്റ്റിലുള്ള ആക്കാൻ ചിന്തിക്കുന്നതാണ്. എപ്പോഴും റിമറുവിന്റെ അസിസ്റ്റന്റ് ഇങ്ങനെ ബോ ഡൗൺ ചെയ്തിട്ട് എല്ലാ കാര്യം ചോദിക്കുമ്പോൾ റിമറു ചെയ്തു കൊടുക്കലുണ്ട്. അപ്പോഴാണ് ആ ഗോബ്ലിൻ കരഞ്ഞു പറയുന്നത്, പിന്നെയും അതാ വൂൾഫ് എല്ലാം വരുന്നുണ്ട് പിന്നെയും എന്ന് പറഞ്ഞിട്ട് കരയുന്നതാണ്. അപ്പോഴും എല്ലാവരും പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ്. എന്നിട്ട് അവിടുത്തെ ഗോബ്ലിൻ കിങ് എല്ലാവരോടും പറയുന്ന ശാന്തായി ചാടിക്കളിക്കല്ല നിൽക്കുക ആടെന്ന്. അന്നേരം നമ്മുടെ റിമറു എനിക്ക് പറയുന്നതാണ്, നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്നിട്ട് എല്ലാവരും ഗോബ്ലിൻസ് മൊത്തം ഇങ്ങനെ തല ഉഞ്ചി ബോ ഡൗൺ ചെയ്ത് പറയുന്നതാണ്, ഗ്രേറ്റ് ലോർഡ് ഞങ്ങൾ നിങ്ങളോട് എപ്പോഴും ലോയലായിരിക്കും എന്നിട്ട് കുഞ്ഞിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ എപ്പിസോഡുള്ളൂ. ഇനിയുള്ള എപ്പിസോഡ് ഇതേപോലെ വരും, പക്ഷെ കുറച്ചെങ്കിലും വ്യൂ കയറട്ടെ, നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഓക്കെ ബൈ.